വർഷങ്ങൾക്കിപ്പുറം ജി കൃഷ്ണമൂർത്തിയും ഉണ്ണിമോളും തമ്മിൽ വിവാഹം കഴിച്ച് അവരുടെ ജീവിതത്തിൽ സ്ഥിരത നേടിയിരിക്കുന്നു. അയാളിപ്പോൾ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അവരുടെ മകൻ അച്ഛനെ പോലെ തന്നെ സത്യസന്ധനും ധൈര്യശാലിയുമാണ്. അവനിപ്പോൾ LLB ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അവർ നഗരത്തിൽ താമസിക്കുന്നുണ്ടെങ്കിലും വിയറ്റ്നാം കോളനിയുമായി അവർക്കുള്ള ആത്മബന്ധം ഒരിക്കലും കുറയുന്നില്ല. കൃഷ്ണമൂർത്തിയുടെ അമ്മ പാർവതി അമ്മാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പട്ടാളം മാധവിയമ്മ അവരുടെ പഴയ വീട് വാടകയ്ക്ക് കൊടുത്ത് അവർ ഇപ്പോൾ മകളുടെ അടുത്ത് തന്നെയുണ്ട്. കൃഷ്ണമൂർത്തിയുടെ സഹായിയായിരുന്ന KK ജോസഫ് ബാംഗ്ലൂരിലേക്ക് മാറി. അവിടെ ഒരു പത്രം ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എരുമേലി വയ്യാതായി കിടപ്പിലാണ്. തന്റെ മകൻ ഷൈജു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്. വിയറ്റ്നാം കോളനിയിലും ചില മാറ്റങ്ങൾ സംഭവിച്ചു. സ്കൂൾ, ലൈബ്രറി, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എല്ലാം ഉള്ള ഒരു സ്ഥലമായി മാറി. അതേസമയം പഴയ വില്ലന്മാരുടെ ജീവിതം വ്യത്യസ്തമായി മാറി. അന്ന് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന റാവുത്തർ പ്രായം കൂടിയപ്പോൾ തന്റെ പിഴവുകൾ മനസ്സിലാക്കി ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നു. കണ്ണപ്പസ്രാങ്കിന്റെ മരണം ഇരുമ്പ് ജോണിനെയും വട്ടപ്പള്ളിയെയും ദുഃഖത്തിലാഴ്ത്തി. അവർ ഇപ്പോൾ പഴയ പോലെയല്ല, പണിയെടുത്ത് ജീവിക്കുകയാണ്. മൂസാസേട്ടു തന്റെ ഉമ്മയോട് കാണിച്ച അനീതിക്ക് പരിഹാരം കാണാൻ ശേഷിച്ച ജീവിതം ദാനധർമ്മ പ്രവർത്തനങ്ങൾക്ക് സമർപ്പിച്ചു. ഒരു ദിവസം ഒരു വലിയ വാർത്ത കൃഷ്ണമൂർത്തിയെ തേടിയെത്തുന്നു. പഴയ വിയറ്റ്നാം കോളനി നിലകൊണ്ടിരുന്ന പ്രദേശം വീണ്ടും ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ഈ കമ്പനി മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തവും ക്രൂരവുമാണ്. അവർ പുതിയ പദ്ധതിയുമായി എത്തുന്നു, ഒരു വലിയ IT പാർക്കും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാൻ. പക്ഷേ ഇതിന് തടസ്സമായി നിൽക്കുന്നത് ഇപ്പോഴും അവിടെ താമസിക്കുന്ന ചില പഴയ കോളനി കുടുംബങ്ങളും പുതിയ താമസക്കാരുമാണ്. ഇരുമ്പുചോണിന്റെ മകൻ ഡാനിയും കണ്ണപ്പശ്രാങ്കിന്റെ മകൻ ബിജുവും വട്ടപ്പള്ളിയുടെ മകൻ വിനയനും ചേർന്ന് പുതിയ ഗ്യാങ് രൂപീകരിക്കുന്നു. അവർ കോളനിയെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ തിരിച്ചടിക്കാനും ശ്രമിക്കുന്നു. കോളനിയിലെ പഴയ താമസക്കാരനായ ഒരാൾ കൃഷ്ണമൂർത്തിയെ സമീപിക്കുന്നു. കൃഷ്ണമൂർത്തി വീണ്ടും തിരികെ വരണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യം കൃഷ്ണമൂർത്തി മടിക്കുന്നു. കുടുംബജീവിതവും ഉത്തരവാദിത്തങ്ങളും കാരണം അവൻ അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഉണ്ണിമോൾ തന്നെ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ പാവങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി തുണയാവണമെന്ന് അവൾ അവനോട് പറയുന്നു. അങ്ങനെ കൃഷ്ണമൂർത്തി വീണ്ടും കോളനിയിലേക്ക് മടങ്ങുന്നു. ഇത്തവണ മകൻ കൂടെയുണ്ട്. കോളനിയിലെ പുതിയ തലമുറ പഴയ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും കൃഷ്ണമൂർത്തിയെ നേരിൽ അവർ കണ്ടിട്ടില്ല. ആദ്യം അവർ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ പതിയെ കൃഷ്ണമൂർത്തി പഴയ പോലെ തന്നെ അവരുടെ വിശ്വാസം നേടുന്നു. അവൻ തന്റെ മകൻ ഹരിപ്രസാദിൽ നിന്നും നിയമവശങ്ങൾ പഠിച്ച് നിയമപരമായ പോരാട്ടവും ജനങ്ങളുടെ ഐക്യവും ഉപയോഗിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നു. കോളനിയിലെ യുവാക്കളെ കൂട്ടി ഒരു സംഘടന രൂപീകരിക്കുന്നു. ഇതിനിടെ കമ്പനി ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ തുടങ്ങുന്നു. കോളനിയിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്നു. കൃഷ്ണമൂർത്തിയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തവണ കോളനിയിലെ ജനങ്ങൾ കൃഷ്ണമൂർത്തിയെ മാത്രം ആശ്രയിക്കുന്നില്ല, അവർ തന്നെ പോരാടാൻ തയ്യാറാകുന്നു. ഉണ്ണിയും സ്ത്രീകളെ കൂട്ടി ശക്തമായ ഒരു പ്രക്ഷോഭം നയിക്കുന്നു. കൃഷ്ണമൂർത്തി കമ്പനിയുടെ അഴിമതിയുടെ തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നു. പഴയ ഭൂമി ഉടമസ്ഥതയുടെ രേഖകൾ കണ്ടെത്തുന്നു. മാധ്യമങ്ങളും നിയമവും കോളനിയുടെ പക്ഷത്ത് നിൽക്കുന്നു. അവസാനം കോടതി വിധി കോളനിക്ക് അനുകൂലമാകുന്നു. ഭൂമി രക്ഷിക്കപ്പെടുന്നു. കമ്പനി പിന്മാറുന്നു. കൃഷ്ണമൂർത്തി കോളനിയിൽ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ അവൻ പറയുന്നു, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശക്തി. ഒരു സാധാരണ ജോലിക്കായി പണ്ട് ഈ കോളനിയിൽ വന്നെത്തിയ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഈ മണ്ണിന്റെ ആത്മാവ് അറിയുന്ന നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങളോളം വലിയ ശക്തി മറ്റൊന്നിനും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും മടങ്ങുന്നു.